രാവിലെ തന്നെ പോരാളി വന്നിട്ട് ചോദിക്കുകയാണ് ബിരിയാണി വേണം മന്തിയാണെന്ന്. ഉറക്കത്തിലായതുകൊണ്ട് ഞാൻ മന്തിയുടെ പേര് മാത്രം അറിയുന്നുണ്ട് മന്തി എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. പിന്നെ എനിക്ക് ഓർമ്മ വന്നത് മന്തിയോ അതെന്താ നിനക്ക് മന്തി തിന്നാലേ അല്ല ലാസ്റ്റ് ഉണ്ടാക്കിയപ്പോഴേ കഴിച്ചിട്ട് തുപ്പാനും പറ്റുന്നില്ല അതിരിച്ചിട്ട് ഇറക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. അമ്മ അതിലായിരുന്നു മന്തി. പക്ഷേ ഈ പ്രശ്നങ്ങൾ വിളിക്കും. അപ്പോൾ ലെറ്റ്സ് മേക്ക് കോഴി മന്തി. ചിന്ന മന്തി റൈസാണ് കേട്ടോ, ബസ്മതി. പിന്നെ ചിക്കൻ ചെറിയ ചെറിയ പാർട്സ് ആയിട്ടാണ് കിട്ടിയേക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയാണ് മേടിച്ചത്. പിന്നെയാണല്ലോ റൂട്ട് മാറ്റി നമ്മൾ മന്തിയിലെത്തിയത്. പിന്നെ എന്തായിക്കോട്ടെ ഉള്ളത് കൊണ്ട് പോകണം പോലെ. അപ്പോൾ നമ്മളെ ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ഉമ്മച്ചിനെ തിന്ന് സഹായിക്കുകയാണ്. പിന്നെ കുറച്ച് ഇൻസ്ട്രക്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. അവസാനമായപ്പോൾ ഉമ്മച്ച അവിടെ നിന്ന് ഓടിക്കുകയും ചെയ്തു. അതിന് അങ്ങനെയാണല്ലോ 5 മിനിറ്റ് കൂടുതൽ നിന്ന് ഞങ്ങൾ അവിടെ ജഗപുകയാണ്. നമ്മളുടെ ടേസ്റ്റി കുഴിമന്തി റെഡി ആയിട്ടുണ്ട്. ടേസ്റ്റ് വെക്കാം അല്ലേ. ലാസ്റ്റ് പോക്കലും കരിക്കലാണ് ഈ കാണുന്നത്. ഇത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. എല്ലാത്തിനും അതിൻ്റേതായ കാര്യങ്ങളുണ്ടല്ലോ ദാസ. പിന്നെ ഈ ടീസ്പൂൺ കഴിച്ചാലൊന്നും ഒന്നും ആവില്ല. നമുക്ക് ആ മയോണൈസും ചിക്കനും ആ തക്കാളി ചമ്മന്തിയും കൂട്ടി ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ. ഒന്നും പറയാനില്ല കേട്ടോ. എൻ്റെ ഉമ്മച്ചിയുടെ കുഴിമന്തി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇഷ്ടപ്പെട്ട കൂട്ടുകൂടിയാൽ ആർക്കും ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.